ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG1 ബ്രിട്ടീഷ് പോയട്രിയിൽ ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദ ഫോളോയിങ് പാസേജസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് സപ്ലൈ ബ്രീഫ് ക്രിട്ടിക്കൽ കമൻറ്റ്സ് വെറെവർ നെസസറി. ഇതിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് വീതമാണ്. അപ്പോൾ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യുന്നത്. Born to no pride, inheriting no strife, nor marrying discord in a noble wife, stranger to civil or religious rage, the good man walked innoxious through his age. These lines are taken from Alexander Pope's Epistle to Dr. Arbuthnot, 1735. In this poem, Pope defends his life and literary career against his critics. Towards the end of the poem, he lovingly remembers his parents, especially his father, and praises his simple, honest, and peaceful life. The lines describe the noble character of Alexander Pope's father. ഇത് ഈ വരികൾ എടുത്തിട്ടുള്ളത് അലക്സാണ്ടർ പോപ്പിൻ്റെ എപ്പിസൽ ടു ഡോക്ടർ ആർബുത്നോട്ടിൽ നിന്നുമാണ്. ഈ പോയത്തിൽ പോപ്പ് അദ്ദേഹത്തിന് ധാരാളം ക്രിട്ടിക്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, തൻ്റെ ലൈഫിനെ കുറിച്ചും ലിറ്റററി കരിയറിനെ കുറിച്ചിട്ടും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം അദ്ദേഹം ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പേരൻസിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ വളരെ സിമ്പിളായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വരികൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ അലക്സാണ്ടർ പോപ്പിൻ്റെ ഫാദറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നോബിൾ ലൈഫിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. Pope says that his father was not born into pride or aristocratic privilege. He did not inherit family feuds or become involved in quarrels through marriage. Instead of seeking wealth, power, or social status, he chose to live a quiet and contented life. പോപ്പ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ അങ്ങനെ ഒരു പ്രൈഡായിട്ടുള്ള, അഹങ്കാരമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ആളൊന്നുമല്ല. അതുപോലെ അദ്ദേഹത്തിൽ നിന്നും ഫാമിലിയിൽ നിന്ന് ഇൻഹെരിറ്റ് ചെയ്തിട്ടുള്ള വെൽത്തോ ഒന്നിനും വേണ്ടി അദ്ദേഹം ക്വാറൽ ചെയ്തിട്ടൊന്നുമില്ല. അത് മാരേജിൻ്റെ ടൈമിങ്ങിനാണെങ്കിലും അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അതിന് പകരം അദ്ദേഹം ഒരു ക്വയറ്റ് ആയിട്ടുള്ള സാധാരണ ഒരു ജീവിതം മാത്രമാണ് നയിച്ചിരുന്നത്. അല്ലാതെ വെൽത്തിൻ്റെ പിന്നാലെയോ പവറിൻ്റെ പിന്നാലെയോ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പിന്നാലെയോ ഒന്നും തന്നെ പോയിട്ടില്ല. The poet further says that his father remained a stranger to civil and religious rage. He did not take part in political conflicts or religious controversies that troubled England during his lifetime. He avoided unnecessary arguments and lived peacefully with everyone. അതുപോലെ തന്നെ പോപ്പിൻ്റെ ഫാദർ ജീവിച്ചിരുന്ന ആ സമയത്ത് ധാരാളം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആവട്ടെ, പൊളിറ്റിക്കലാവട്ടെ, അദ്ദേഹം ഒന്നിനും പോയി ഇടപെടുകയോ ഒരു വഴക്കിനോ അങ്ങനെ ഒന്നിനും മുതിർന്നില്ല. അദ്ദേഹം വളരെ ക്വയറ്റായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എപ്പോഴും സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. The final line, "The good man walked innoxious through his age," means that Pope's father passed through life harmlessly, honestly, and without causing injury to anyone. He earned respect because of his goodness, humility, and moral character, rather than through fame or power. ഫൈനൽ സെൻറ്റൻസ് ആയിട്ടുള്ള "ദ ഗുഡ് മാൻ വാക്ക്ഡ് ഇനോക്ഷ്യസ് ത്രൂ ഹിസ് ഏജ്" എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോപ്പിൻ്റെ ഫാദർ അദ്ദേഹം ജീവിച്ച് മരിക്കുന്നത് ഒരു ആരെയും വേദനിപ്പിക്കാതെ, അന്ന് വളരെ സത്യസന്ധമായിട്ടുള്ള, ഒരാളെ പോലും എന്താ പറയുക, മനസ്സിന് പോലും വിഷമം കൊടുക്കാത്ത രീതിയിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം റെസ്പെക്റ്റ് ആണ് അദ്ദേഹം ആകെപ്പാടെ ജീവിതത്തിൽ ഏൺ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗുഡ്നെസ്, ഹ്യൂമിലിറ്റി, മോറൽ ക്യാരക്ടർ, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോയത്തിൻ്റെ ഈ സെൻറ്റൻസസുകളിൽ പഠിക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ആകെപ്പാടെ അദ്ദേഹത്തിന് ഒരു ഫെയിമോ പവറോ ഒന്നുമല്ല, മറിച്ച് റെസ്പെക്റ്റ് മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. Through these lines, Pope presents his father as an ideal man whose life was marked by simplicity, peace, virtue, and contentment. The poet expresses deep admiration for his father's character and holds him up as a model of true happiness and goodness. ഈ വരികളിലൂടെ പോപ്പ് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഒരു ഐഡിയൽ മാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു മോഡലായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറിനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, പോപ്പിൻ്റെ ഫാദറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒത്തിരി സിംപ്ലിസിറ്റിയും പീസ്, വേഴ്ച്ച്, കണ്ടൻമെൻ്റ് എല്ലാം നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടറിനെ അത്രയും അധികം പ്രേസ് ചെയ്തുകൊണ്ട്, അഡ്മയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ വിവരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനൊരു പോയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, കാരണം ഒരു 32 പോയംസ് ഇങ്ങനെ നിങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 20 മാർക്ക് സ്കോർ ചെയ്ത്, അധികം ഇല്ല പഠിക്കാനായിട്ട്. ശരിക്കും അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അപ്പോൾ തന്നെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ തരുന്ന 4 ലൈൻസ് ആരാണ് എഴുതിയത് എന്നൊക്കെ അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് വിപുലീകരിച്ച് എഴുതാവുന്നേ ഉള്ളൂ. ആരാണിത് എഴുതിയത്, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ തന്ന എല്ലാ പാരഗ്രാഫും കാണാതെ പഠിക്കേണ്ടതില്ല. ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പിസൽ ടു ഡോക്ടർ അർബുത്നോട്ടാണ് എഴുതിയിരിക്കുന്നത്, അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പോപ്പ് എന്താ ചെയ്യുന്നത്, പ്രൈസസ് ഈസ് ഫാദറാണ്. പിന്നെ ഇവിടെ പ്രൈഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണാൻ പറ്റും, അത് നോ പ്രൈഡ്. പീസ് എന്ന് പറയുന്നത് പീസ്ഫുൾ ഫാമിലി ലൈഫ്. പൊളിറ്റിക്സ്, നോ പൊളിറ്റിക്കൽ ഓർ റിലീജിയസ് ക്വാറൽസ് ആണ്. പ്യൂരിറ്റി, ഹാംലെസ് ആൻഡ് ഹോണസ്റ്റ് ലൈഫ്. പോപ്സ് ഫാദർ, ദ ഐഡിയൽ ഗുഡ് മാൻ. അപ്പോൾ ഒരു സെൻറ്റൻസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്, പോപ്സ് ഫാദർ ലിവ്ഡ് വിത്ത് നോ പ്രൈഡ്, നോ ക്വാറൽസ്, നോ പൊളിറ്റിക്സ്, ഓൺലി പീസ്. ഈ ഒരു സെൻറ്റൻസ് റിമെമ്പർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇത് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.